RRB ഗ്രൂപ്പ് ഡി എക്സാം മാറ്റിവെച്ചായിരുന്നു. ഡൽഹി ഹൈക്കോർട്ട് വിധി എന്തായി? മാറ്റിവെക്കാൻ സാധ്യതയുണ്ടോ? ഇത് ഇനി നീളത്തില്ലേ? 2027 എക്സാം നടക്കത്തുള്ളൂ, ഞാൻ ഇനി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരുപാട് കമന്റ്സ്, ഒരുപാട് സംശയങ്ങളെല്ലാം നിങ്ങൾക്കുണ്ട്. മക്കളെ, എനിക്ക് പറയാനുള്ളത് നവംബർ 17 എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇനി നിങ്ങളുടെ മുമ്പിലുള്ളത് വെറും 31 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. വെറുതെ ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളുടെ പുറകെ, വെറുതെ ഇങ്ങനെയുള്ള യൂട്യൂബ് ചാനലുകളുടെ പുറകെ നിങ്ങൾ പോവാതിരിക്കാം. നമ്മൾ RRB വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ, അതായത് ഇന്ത്യയിലെ 21 RRB വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ അവിടെ 2 നോട്ടീസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഒന്ന്, നവംബർ 17 മുതൽ ഡിസംബർ വരെ എക്സാം നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നിട്ടുണ്ട്, ആ 2 നോട്ടീസ് മാത്രം. റെയിൽവേ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്, വെറുതെ ബാക്കിയുള്ള വെബ്സൈറ്റുകളുടെ പുറകെ പോയി, ബാക്കിയുള്ള ആൾക്കാരുടെ പുറകെ പോയി ഒരു ഫൗൾസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. മറിച്ച് എന്ത് ഔദ്യോഗികമായ കാര്യത്തിനും റെയിൽവേ വെബ്സൈറ്റുകൾ മാത്രം നോക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി കയ്യിലുള്ള 31 ദിവസങ്ങൾ അത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തു. കാര്യം ഏതാണ്ട് 32,000+ വേക്കൻസി, ഒരുപക്ഷെ 50,000+ വേക്കൻസി ആയിട്ട് അത് ഉയരാം. ആ എക്സാമിന് നിങ്ങൾ പ്രിപ്പറേഷൻ മാക്സിമം എഫേർട്ട് കൊടുത്തങ്ങ് പഠിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഫോക്കസ് ആവാതിരുന്നു. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ റെയിൽവേയുടെ വെബ്സൈറ്റിനകത്ത് ആ സാധനം ഇടും. അപ്പോൾ മാത്രം നിങ്ങൾ അതിനെ ട്രസ്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളുടെയും പുറകെ പോയാൽ നമ്മുടെ പ്രിപ്പറേഷൻ നടക്കത്തില്ല. നമ്മുടെ ശ്രദ്ധ മൊത്തം മാറും. നമുക്ക് പഠിക്കണമെന്ന് പോലും തോന്നത്തില്ല. സോ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്തോ. എക്സാം കൃത്യമായ സമയത്ത് തന്നെ നടന്നിരിക്കും.